ചായ കഴിയാൻ ഒരു 4 എനർജി ആയിക്കൂടെ? അതാണ് എൻ്റെ പേര് വിനോദ്, കോഴിക്കോട് കുന്നമാണ് സ്വദേശം. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ആർസിഎമ്മിൽ ജീവിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ ആർസിഎം ജീവിക്കാന്നറിയോ? അറിയോ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു ടെക്നിക്കൽ അച്ചീവേഴ്സ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫോട്ടോസ് കണ്ടിട്ടാണ് ന്യൂട്രിസ്റ്റാജിൻ്റെ MD വന്ന പ്രോഗ്രാം. ഞാനും വൈഫും പോയിട്ടുണ്ടായിരുന്നു. വേണുഗോപാൽ സാറും മേഡം ഉണ്ടായിരുന്നു, ക്ഷേമാടൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വെളുപ്പിനെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചെത്തുമ്പോഴേക്കും ഒരു 10:30 അത്ര യാത്രകൾ മുമ്പൊക്കെ ധാരാളം നടത്തിയിട്ടുണ്ട്. വീട്ടിൽ നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഒരാഴ്ചത്തേക്ക് റെസ്റ്റാണ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിച്ചു. ഞങ്ങളുടെ പ്രവൃത്തി ആരംഭിച്ചു. കാരണം യാത്ര ചെയ്യുന്നത് ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്, സന്തോഷം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിലോ ക്ഷീണിക്കില്ല. ആർസിഎം മനസ്സുകൊണ്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുടെ ഇവിടെ മനസ്സുകൊണ്ട് ആർസിഎം ചെയ്യുന്ന ആൾക്കാർ? തീർച്ചയായിട്ടും നല്ലൊരു കയ്യിൽ അവനവന് വേണ്ടിയാവും. നല്ലൊരു കയ്യിൽ ആർസിഎം ആവശ്യമുണ്ടോ? എത്ര ആൾക്ക് ആർസിഎം ആവശ്യമുണ്ട്? എല്ലാവർക്കും ആർസിഎം ആവശ്യമുണ്ടല്ലേ? പക്ഷെ ഓരോരുത്തരുടെ ആവശ്യം വ്യത്യസ്ത രീതിയിലായിരിക്കും. എന്റെ ആവശ്യമായിരിക്കില്ല നിങ്ങളുടെ ആവശ്യം. ശരിയാണോ? ശരിയാണ്. ഇന്നലെ കഴിഞ്ഞൊരു പ്രോഗ്രാം ആൾ പറഞ്ഞു അവർക്ക് ആവശ്യം പണമല്ല, പണം ആവശ്യമില്ലാത്ത ഒരാളുടെ, പക്ഷെ അവർക്ക് ആവശ്യം ആരോഗ്യമായിരുന്നു. പക്ഷെ പണവും ആരോഗ്യവും ആവശ്യമുള്ള ഒരു വ്യക്തി പറഞ്ഞു അദ്ദേഹം ഒരു നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് റിട്ടയർമെന്റ് ആളാണ്. അദ്ദേഹത്തിന് സാധാരണ ഫുഡ് സർവീസ് എന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാനേജറുടെ കേബിൽ വെച്ചിട്ട് സീൽഡ് കവറിലാണ് കിട്ടിയിരിക്കുന്നത്. ആരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ആവശ്യം റെക്കഗ്നേഷൻ ആയിരുന്നു. ആണോ? അല്ലേ? ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. ആർക്ക് എന്താ ആവശ്യം എന്നുള്ളത് അവനവന് വേണ്ടി മാത്രമേ അറിയുള്ളൂ. എന്താണ് ആവശ്യമുള്ളത് ആ ആവശ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ആർസിഎം പ്രവർത്തകന്റെ ഫസ്റ്റ് കടമ. എന്റെ ആവശ്യം അത് തിരിച്ചറിയാൻ ഒരിക്കലും ഒരു അപ്ലൈനോ അല്ലെങ്കിൽ ഡൗൺലൈനോ ക്രോസ് ലൈനോ ഒന്നും കഴിയില്ല. അവനവന് ഞാൻ എന്തിന് ആർസിഎം ചെയ്യുന്നു, ഞാൻ എന്തിനാണ് ആർസിഎം ചെയ്യുന്നത്. നിങ്ങളെ തിരിച്ചറിഞ്ഞ ആൾക്കാരാണോ? തിരിച്ചറിഞ്ഞ ആൾക്കാർക്ക് ഒന്ന് കൈവക്കാം. എന്നാലും ഇവിടുന്ന് പോകുന്ന തിരിച്ചു പോകുന്നവരെ കൈവൊക്കെയും കൈയടിച്ചും മടുക്കും. ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൈയടിച്ചുള്ളൂ. ഇനി ഇവിടെ വന്ന് നമുക്ക് അവനവന് വേണ്ടി കൈയടിക്കാൻ ഒരു അവസരം കിട്ടും. റെഡിയല്ലേ? കുറെ കാലമായി നമ്മൾ സ്ക്രീനകത്ത് മാത്രം ഇരിക്കുന്നില്ലേ? ആ സ്ക്രീനിന്റെ ചീറ്റൊക്കെ പൊട്ടിച്ച് നമ്മൾ പുറത്തിറങ്ങിയിരിക്കാം. ഇനി നമ്മുടെ ദിവസങ്ങളാണ്. ഒരു വലിയ കാര്യങ്ങളാണ് കമ്പനി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ കാര്യങ്ങൾ. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടി പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ കൂടുതൽ? ആദ്യമായിട്ടൊരു ലൈവ് പ്രോഗ്രാം, ഓൺ സ്റ്റേജ് പ്രോഗ്രാം, സൂം അല്ലാതെ ലൈവായിട്ട് ആദ്യമായിട്ട് കൈവക്കാൻ മടിക്കണ്ട. ആരെയും കൊണ്ട് വിളിക്കുന്നില്ല. ആദ്യമായിട്ട് ഒരു നല്ലൊരു കൈയാവാം. ഒരുപാട് സമയം നമ്മൾ എടുക്കുന്നില്ല. എന്താണ് ആർസിഎം അല്ലെങ്കിൽ ആർസിഎം ചെയ്യേണ്ട ആവശ്യകത നമുക്കുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. കാണാലല്ലേ? എഴുതി കാണാലല്ലേ? ഒന്ന് വായിച്ചേ. അതോ ആർസിഎം അതിന്റെ ഫുൾ ഫോം എന്ന് പറയാൻ പറ്റുമോ? റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ഗുഡ് ആർസിഎം റുപ്പിയ ചാപ്നാക്ക മെഷീൻ. യെസ്, സാർ പറഞ്ഞത് അർത്ഥമാണ്. റുപ്പിയ ചാപ്നാക്ക മെഷീൻ, മെഷീൻ അല്ല, നോട്ട് അടിക്കുന്ന മെഷീൻ. അപ്പൊ ആർസിഎം നമ്മൾ പഠിക്കാം. ആർസിഎം ഫുൾ ഫോം റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്താ? എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? നമ്മൾ പറയാം, സാഹിത്യപരമായിട്ട് പറയും, ഞാൻ അരച്ചാണ് വയറിന് വിട്ട് ജോലി ചെയ്യുന്നത് അല്ലേ? എന്തും ഇവിടെ ഈ ഭാഗമാണ് നമുക്ക് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ഭാഗത്തിന് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഈ ഭാഗത്തിന്റെ പ്രശ്നമാണ് നമുക്ക് എല്ലാ അസുഖവും തരുന്നത്. ആണോ? ശരിയല്ല? അപ്പൊ ഈ ഭാഗമാണ് പ്രശ്നം. ശരിയല്ലേ? ഇനി മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്തൊക്കെയാ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അതാണ് നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ കാരണം. അതിനുവേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഭക്ഷണത്തിന് എന്താണ് നമ്മൾ ഹിന്ദിയിൽ പറയാം? റോട്ടി. ആണോ? റോട്ടി. വസ്ത്രത്തിന് എന്താ ഹിന്ദിയിൽ പറയാം? കപ്പട. വസ്ത്രത്തിന് എന്താ ഹിന്ദിയിൽ പറയാം? മക്കാൻ. ആർസിഎം റോട്ടി കപ്പട മക്കാൻ കാ ബിസിനസ്. നമ്മൾ ഇത്രയും കാലം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ആർസിഎം മീറ്റിംഗിൽ പോയ സമയത്ത് ഒരു 11 മണി സമയത്ത് അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഗുഡ് ആർസിഎം പറഞ്ഞു. ഞാൻ കേട്ടത് ഗുഡ് ആഫ്റ്റർനൂൺ എന്നാണ്. ഞാൻ പറഞ്ഞു കോട്ടക്കടയിൽ ചെങ്ങായിക്ക് തെരിയാൻ കിട്ടിയില്ലേ? രാവിലെ 11 മണിക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നതാണ്. പിന്നെയാണ് മനസ്സിലായത് ഗുഡ് ആർസിഎം ആണെന്ന്.
അപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ ശീലമുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞ ശീലമുണ്ട്, ഗുഡ് ഈവനിങ് പറഞ്ഞ ശീലമുണ്ട്. പക്ഷെ അതൊക്കെ എന്തിനോ കൊണ്ട് ഒരു ചടങ്ങ് പോലെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, വിഷയങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വേറെ ആർക്കും ഒരു അർത്ഥമില്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല പാർപ്പിടവും, അതായത് നിങ്ങൾക്കൊരു നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. അതാണ് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നോട് പറഞ്ഞു വെക്കാമോ ഗുഡ് ആഫ്റ്റർനൂൺ? ശബ്ദം കൂടിയോ? ഇത്രയേ ഉള്ളൂ ആഫ്റ്റർനൂൺ. കാര്യം മനസ്സിലാക്കിയാൽ എല്ലാവരും ചെയ്യും. ചെയ്യാത്ത എന്തുകൊണ്ടാ? കാര്യം മനസ്സിലാക്കണ്ട. എന്താണ് കാര്യം? എന്തിനു ചെയ്യണം ആഫ്റ്റർനൂൺ? അതല്ല നമ്മുടെ ചോദ്യം. എന്തിനു ചെയ്യണം? എന്താ കാര്യം? അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് കടകളിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. നമ്മൾ ജോലിയിൽ ഉണ്ടാക്കുന്ന ശമ്പളത്തിന്റെ ഒരു 80% നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കാൻ വേണ്ട. തർക്കമില്ലല്ലോ? തർക്കമില്ല. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇത്രയും കാലം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഒരു റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എവിടെന്നെങ്കിലും കിട്ടിയിട്ടില്ല. പല സൂപ്പർ മാർക്കറ്റുകളും ഡിസ്കൗണ്ട് കാർഡും ഓഫർ കാർഡും എല്ലാം ഉണ്ട്. ഇതെല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ക്യൂ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ് ടു 50% ഓഫർ. പോയി നോക്കി ചിലപ്പോൾ ടൗണിലായിരിക്കും 50% ഓഫർ ഉണ്ടാവാം, ബാക്കി 5%. പല സൂപ്പർ മാർക്കറ്റിൽ ഡിസ്കൗണ്ട് കാർഡെന്ന് പറഞ്ഞ് പല ആൾക്കാർ പോയി ക്യൂ നിൽക്കാൻ. നമ്മൾ പാർസൽ പറയാൻ പറഞ്ഞാൽ അവിടുന്ന് വാങ്ങിക്കുന്നത് ഇവിടുന്ന് വാങ്ങിക്കുന്നത് എന്താ ഉണ്ടാവുക? തുച്ഛമായ പൈസ. ഇവിടെയോ നമ്മൾ ഇന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാളും പൊതുമാർക്കറ്റിനേക്കാളും 30% വരെ വിലക്കുറവിൽ ഉന്നത ഗുണനിലവാരമുള്ള ശുദ്ധമായ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിച്ചൂടെ? എന്താ ഗുണമുണ്ട്? വീട്ടിലെ ചെലവ് കുറയ്ക്കും. രണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി. അതിനേക്കാളുപരി നാളെ വരാൻ സാധ്യതയുള്ള ഒരുപാട് അസുഖങ്ങളിൽ നമുക്ക് മോചനം കിട്ടും. കാരണം ശുദ്ധമായ മായമില്ലാത്ത ഉൽപ്പന്നങ്ങളാണ്. പിന്നെ പ്രശ്നം എന്താ ഉള്ളത്? പിന്നെന്താണ് ആൾ വാങ്ങാത്തത്? ഇത് മറ്റേ പരിപാടിയല്ലേ അല്ലേ? ആളെ ചേർത്തണ്ടേ? ആ പരിപാടിയില്ലേ അല്ലേ? അപ്പുറം ആളെ ചേർത്തണം. അത് നമുക്ക് പറ്റുന്ന പരിപാടിയല്ല. അത് കുടുംബക്കാർക്ക് പറ്റിയ പരിപാടിയാണോ? അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ധാരണയാണ്. എന്നാൽ സുഹൃത്തുക്കളെ മാറ്റിക്കോളൂ. ധാരണ മാറ്റിക്കോളൂ. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലെ ഏറ്റവും റിച്ച് ആൻഡ് ഫേമസ് ആയിട്ടുള്ള ആളുകൾ വരാൻ പോകുന്നത് ഈ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. യാതൊരു കാരണമല്ല, നമ്മൾ കണ്ട ഡയറക്ട് സെല്ലിംഗ് അല്ല ആവശ്യം. എന്താണ് ഡയറക്ട് സെല്ലിംഗ് പറയുന്നത്? നിങ്ങൾ കമ്പനി ഒന്ന് മാറ്റൂ, ബ്രാൻഡ് ഒന്ന് മാറ്റൂ, കടയൊന്ന് മാറ്റൂ. നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഈ സിസ്റ്റം വഴി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇടത്തട്ടുകാരും പരസ്യവും കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് ലാഭമായി കിട്ടും. അങ്ങനെയാണ് പഠിക്കുന്നത്. നാട്ടിൽ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, പല പേരുകളും നിങ്ങൾക്ക് അറിയാം. ഏതെങ്കിലും ഒരു കമ്പനി ബ്രാൻഡ് മാറ്റിയാൽ, കമ്പനി മാറ്റിയാൽ, കട മാറ്റിയാൽ ലാഭം കിട്ടുന്ന നിങ്ങളോട് പറഞ്ഞുതരാൻ പറ്റും. ഇപ്പം ഈ വേദി ഞാൻ ചോദിക്കുകയാണ്, വെല്ലുവിളി ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു കമ്പനി പറഞ്ഞുതരൂ നിങ്ങൾ ബ്രാൻഡ് മാറ്റിയാൽ, കട മാറ്റിയാൽ നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്ന്? ഒരു കമ്പനി ഇല്ല. ആർസിഎം മാത്രമേ ഉള്ളൂ. ആർസിഎം മാത്രമേ ഉള്ളൂ. ഒരു നല്ലൊരു കച്ചിമഷാട്ട മാർക്കറ്റ് കിട്ടണമെങ്കിൽ 100 രൂപയ്ക്ക് മേലെ കൊടുക്കണമെങ്കിൽ ആർസിഎമ്മിൽ ഒരു മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കേണ്ട. 90 രൂപയ്ക്ക് 2 കിലോ ആട്ടം തരാം. വാങ്ങാൻ റെഡിയാണോ? മെമ്പർഷിപ്പ് എടുത്താലോ? 76 രൂപയ്ക്ക് കിട്ടും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ ആർസിഎം ഇസ് ദ ബെസ്റ്റ്. ആർസിഎം ഇസ് ദ ബെസ്റ്റ്. നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാ? ഇത് മറ്റുള്ളവരെ പോലെയല്ലേ. ആളെ ചേർത്തി കാശിനാക്കുന്ന പരിപാടിയാണോ ഇത്? ആർസിഎമ്മിൽ ആളെ ചേർത്ത് എത്ര കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആർസിഎമ്മിൽ ആളെ കിട്ടിയാൽ ഒന്നും കിട്ടില്ല എന്ന് പറയാം. കാരണം എന്താണ്? നമ്മളൊരു കട തുടങ്ങി ആ കടയിലേക്ക് 100 ആൾ വന്ന് കയറി, 100 ആൾ വന്ന് കട കണ്ടു പോയിട്ട് കാര്യമുണ്ടോ? 100 ആളെ സാധനം വാങ്ങണം വേണ്ടേ? ബിസിനസ്. ഇതൊരു ബിസിനസ്സാണ്. സാധനങ്ങൾ വാങ്ങുന്ന ബിസിനസ്സാണ്. ആളെ ചേർക്കുന്ന ബിസിനസ് അല്ല. മറ്റൊരു സൂപ്പർ മാർക്കറ്റ് പോലെ, സാധാരണ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ. ഇനി സാധനങ്ങളുടെ ഭാഗം എത്തിക്കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഒരു സിംഗിൾ ബ്രാൻഡിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വരുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഇന്ത്യ മഹാരാജ്യങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഡയറക്ട് സെല്ലിംഗ് അല്ല. ഡയറക്ട് സെല്ലിംഗ് അല്ല. ടോട്ടൽ മാർക്കറ്റിൽ സിംഗിൾ ബ്രാൻഡ്. ഇവിടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിന്റെ പേരുകൾ പറയും, ഹൈപ്പർ മാർക്കറ്റിന്റെ പേരുകൾ പറയും. റിലയൻസ്, മോർ, ബിഗ് ബസാർ, ലുലു, ഇനി ഏതുണ്ടോ? ഉണ്ടോ? ഓൺലൈൻ ഹൈപ്പർ മാർക്കറ്റ് പറയും. ഫ്ലിപ്കാർട്ട്, ആമസോൺ, ബിഗ് ബസാർ, അല്ലെ ബിഗ് ബാസ്കറ്റ് പറയൂ. ഇനി പറയൂ. ഇതൊക്കെ ഏത് ബ്രാൻഡുകളാണ്? 100 കണക്കിന് ബ്രാൻഡുകളെ അവർ കൊടക്കീലാക്കുന്നു അല്ലെ. ഇവിടെ സിംഗിൾ ബ്രാൻഡില്, ആർസിഎം എന്നുള്ള ബ്രാൻഡില് ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറ്റുന്ന വേറൊരു കമ്പനിയാണ് ലോകത്തില് കാണില്ല. ആർസിഎം മാത്രമേ ഉള്ളത്. ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിലൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ പ്രസ്ഥാനത്തിലൂടെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ധൈര്യമായിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കാം. കണ്ണും കൂട്ടി വാങ്ങിച്ചു ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ആർക്കെങ്കിലും സംശയമുണ്ടോ? മടിയുണ്ടോ? ഇല്ലല്ലോ. ഏത് രാത്രി ഉറക്കത്തിൽ എണീച്ച് നമ്മൾ മോനെ കഴിച്ചോളൂ അല്ലെങ്കിൽ മോളെ കഴിച്ചോളൂ നമ്മൾ വാങ്ങിച്ചു കഴിക്കല്ലോ.
കഴിക്കില്ലേ? ഞാൻ പറയുന്നു, അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തെക്കാളും ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു പ്രോഡക്റ്റിനുള്ള RCM എന്നുള്ളൊരു മുദ്രണം ഉണ്ടെങ്കിൽ ഏത് ഉറക്കത്തിലും ഞാൻ വാങ്ങിച്ചു കഴിക്കും. എന്റെ വിശ്വാസമാണ്. എവിടെയുണ്ട് വേറെ ഒരു കമ്പനി? ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഒരു കമ്പനി ഉണ്ടോ? ലോകത്തിന്റെ കമ്പനി ഉണ്ടോ? ഓപ്പർച്യൂണിറ്റി. ഇനി ഇന്നത്തെ തലമുറ എടുത്തു കഴിഞ്ഞാലോ, നമ്മൾ പഠിക്കാൻ, നന്നായിട്ട് പഠിക്കാൻ, നല്ലൊരു ജോലി വാങ്ങിക്കാൻ പഠിച്ച് കേട്ട് വളർന്ന തലമുറയാണ്. എത്ര ആൾക്ക് നല്ല ജോലി കിട്ടി? ക്ഷേമമാണെന്ന് ചോദിച്ചറിയാം. മോൻ വീട്ടിൽ കഴിഞ്ഞ് ഇത്ര ശമ്പളം വാങ്ങിക്കുന്നത്. വീട്ടിൽ ഞങ്ങൾക്ക് തലമുറ കുറ്റം പറയില്ല, വീട്ടിൽ മോശം പറയില്ല. MBBS കഴിഞ്ഞ ആൾക്കാരെ സ്ഥിതി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ജോലിക്ക് പോയാൽ എന്താ കിട്ടുക? എത്ര ശമ്പളം കിട്ടുക? ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ ജോലി റിസൈൻ ചെയ്താൽ 3 വർഷമായി. കോഴിക്കോട് ആശ്രമിച്ചതായിരുന്നു. ഞാൻ അച്ഛന്മാരായിരുന്നു ജോലി റിസൈൻ ചെയ്യുമ്പോൾ. പിന്നെ ഒന്ന് ഭ്രാന്താന്ന് പറഞ്ഞ ആൾക്കാരാണ്. ആയിക്കോട്ടെ, കുറച്ച് ഭ്രാന്തൊക്കെ വേണ്ടേ? പക്ഷെ ഇന്ന് എന്നോട് പറയാണ്, വിനോദ് അന്നിട്ട തീരുമാനം വളരെ നന്നായിരുന്നു. കാരണം എന്താണ്? പകുതി ശമ്പളം, ജോലി സ്ഥിരതയില്ല, വേണേ പണിയെടുത്താൽ മതി, നിർബന്ധമില്ല. ഈ കഴിഞ്ഞ 2 വർഷം സമൂഹത്തെ ആ ലെവലിലേക്ക് മാറ്റി. കളവ് കൂടിക്കൊണ്ടിരിക്കുകയാണോ? ആണോ? പിടിച്ചുപറി കൂടിക്കൊണ്ടിരിക്കുകയാണോ? ദാരിദ്ര്യം കൂടുന്നുണ്ടോ? ഉണ്ടോ? കുപ്പായ കുഷാറായിരിക്കും, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, അതിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. സ്ഥിതി എങ്ങനെയാണ്? കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ പോക്കറ്റിലൊന്നും ഉണ്ടാവില്ല. എന്താ കാര്യം? ശമ്പളമില്ല, ജോലിയില്ല, വരുമാനമില്ല. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ബിസിനസ് ചെയ്ത ആൾക്കാർക്ക് ഒരു രക്ഷയില്ല, പിടുത്തമുട്ട അവസ്ഥയാണ്. എന്താ മാർഗം ഇവിടെ? ഇവിടെ നോക്കിയോളൂ, നമ്മുടെ കയ്യിൽ ധാരാളം ഉദാഹരണങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഇവിടെ സംസാരിച്ചു പോയ വ്യക്തി ശ്യാംപ്രസ MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ട് 2 വർഷം മുമ്പ് RCM സ്റ്റാർട്ട് ചെയ്തു. അച്ഛൻ ഷോപ്പ് ഇട്ടു, മോൻ ഏറ്റെടുക്കേണ്ടി വന്നു. മാവൂർ RCM ഷോപ്പ് നടന്നു. ഇന്ന് 45,000 രൂപയ്ക്ക് മേലെ പ്രതിമാസം വരുമാനം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ, അദ്ദേഹത്തിന്റെ കൂടെ MSc കഴിഞ്ഞ പല ആൾക്കാരും ഇപ്പോഴും ജോലി അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ജോലി അന്വേഷിച്ച് നടക്കുക. എവിടെ കിട്ടും ഓപ്പർച്യൂണിറ്റി? റിട്ടയർമെന്റ് ആയി കഴിഞ്ഞ് ജോലി റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാന്നുള്ള കാലഘട്ടത്തിൽ റിട്ടയർമെന്റിന് ശേഷം പുതിയൊരു കരിയർ ആരംഭിച്ച 2 പോലീസുകാർ നമ്മുടെ മുമ്പിലുണ്ട്. 1 ലക്ഷത്തിനടുത്ത് മാസ വരുമാനം നമ്മുടെ വേൾഡ് സാറും ശ്രീനിവാസ് സാറും. എത്ര റിട്ടയർ ആൾക്കാരെ കാണിച്ചാലും റിട്ടയർമെന്റ് ശേഷം വരുമാനം കിട്ടുന്നത്? ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു ബസ് കണ്ടക്ടർ ഇന്ന് 2 ലക്ഷം രൂപയ്ക്ക് എടുത്ത് വാങ്ങും നമ്മുടെ നാരായണൻ. എവിടെയുണ്ട്? ഞാൻ ചോദിക്കുകയാണ്, ഒരു 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് ഒരു 25, 23, 44 വയസ്സുള്ള പയ്യൻ ഒരു 45,000, 50,000 രൂപ റെഗുലർ മാസം വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അതിന് പഠിപ്പിക്കാൻ പറ്റിയ ഒരു കോഴ്സ് നിങ്ങൾ പറഞ്ഞുതരും. ഒരു കോഴ്സ്, ഒരുപാട് കോഴ്സുകളൊന്നും നാട്ടിൽ ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്. ഒരു കോഴ്സ് പറഞ്ഞുതരും. 2 വർഷം കൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് 40,000 രൂപ മാസം വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് എത്താൻ പറ്റുന്നത് ഒരു സംവിധാനം പറഞ്ഞുതരും. പിന്നെന്താ നമ്മുടെ പ്രശ്നം? ഞാൻ ഇത്രയേ ഉള്ളൂ, RCM ഇതിനെ മനസ്സിലാക്കുന്നില്ല. ഇതിന്റെ അന്തസത്ത മനസ്സിലാക്കി കഴിഞ്ഞാൽ വിട്ട് കളിക്കില്ല, വിട്ടില്ല, മുറുക്കെ പിടിക്കും. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലോ 2000 ഓഗസ്റ്റ് തുടങ്ങിയ പ്രസ്ഥാനം, ഒരു പ്രോഡക്റ്റ് തുടങ്ങിയ പ്രസ്ഥാനം, ഒരു ഫാക്ടറിയിൽ, ഒരു ഡിപ്പോയിൽ തുടങ്ങിയ പ്രസ്ഥാനം ഇന്നോ 1000 സ്വന്തം ഉൽപ്പന്നങ്ങൾ, 180 ഡിപ്പോകൾ, 100-ലധികം ഫാക്ടറികൾ, 15,000-ലധികം ഔട്ട്ലെറ്റുകൾ വളർന്നു കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറി. ഡയറക്റ്റ് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രസ്ഥാനമായി. ആർക്കും കോമ്പറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ കോഴിക്കോട് അങ്ങാടിയെടുത്തുകൾ എത്ര RCM ഷോപ്പുണ്ട് ഈ കോർപ്പറേഷനകത്ത്? നിങ്ങൾ ആലോചിച്ചു, ഈ കോഴിക്കോട് കോർപ്പറേഷനകത്ത് എത്ര RCM ഷോപ്പുണ്ട്? ഇന്ത്യയിലെ ഏറ്റവും അധികം ടേൺ ഓവർ ചെയ്യുന്ന 2 ഷോപ്പും, ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 ഷോപ്പും ഈ കോഴിക്കോട് കോർപ്പറേഷനകത്തുണ്ട്. ഈ പരിധിയിൽ 4 ഷോപ്പ് വേറെ ഉണ്ട്. നിങ്ങൾ പുറത്തിറങ്ങി RCM പറയുന്നത് ചോദിച്ചോളൂ, ആർക്കും അറിയില്ല. വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ ഏറ്റുപിടിക്കാന്നല്ല മാത്രമേ ഉള്ളൂ, ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളതേ മാത്രമേ ഉള്ളൂ. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ കമ്പനി നമുക്ക് കരുതി വെച്ചിട്ടുണ്ട്. ലോകത്തിലും വേറെ എവിടെയും പെയിന്റ് എന്നുള്ള ഉൽപ്പന്നം ഡയറക്റ്റ്ലി ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നില്ല, എവിടെയും ഇല്ല. പെയിന്റ് ഹൈ വോളിയം പ്രൊഡക്റ്റ് പെയിന്റ് ലോകത്തിൽ എവിടെയും RCM ഡീൽ ചെയ്യുന്നുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നില്ല. ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനി, ഇവിടെ നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ത്യയിൽ പഠിപ്പിച്ചൊരു കമ്പനി, ഞാൻ പേര് പറയുന്നത് നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ മനസ്സിലാവും. പ്രോട്ടീൻ പൗഡർ നമ്മുടെ നാട്ടിലെ കഴിപ്പിച്ച കമ്പനി, ഓർമ്മയുണ്ടോ? പേര് മനസ്സിലായില്ലേ? പ്രോട്ടീൻ പൗഡർ കഴിപ്പിച്ച കമ്പനി. ആ കമ്പനിയുടെ പ്രോട്ടീൻ പൗഡർ സോയ ഐസൊലേറ്റ്, ആ സോയ ഐസൊലേറ്റ് അവർ വാങ്ങിക്കുന്നത് ഡ്യൂപോണ്ട് എന്ന അമേരിക്കൻ കമ്പനി എടുത്ത. അവരെയാണ് ഏറ്റവും നല്ല സോയ ഐസൊലേഷൻ ടെക്നോളജികൾ. ന്യൂട്രിചാർട്ടിന്റെ സോയ ഐസൊലേറ്റ് ആരുടെയാ? പറയൂ, ആരുടെയാ? ഡ്യൂപോണ്ട് കേട്ടിട്ടുണ്ടോ അല്ലേ? നമ്മൾ പറയില്ലേ ഡ്യൂപോണ്ടിലെ ന്യൂട്രിചാർട്ട് സോയ ഐസൊലേറ്റ്. ആ പറഞ്ഞ കമ്പനിക്ക് സോയ ഐസൊലേറ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൊക്കോ ഉണ്ട്, സ്ട്രോബെറി ചേർത്തുണ്ട്, ഫൈബർ ഉണ്ട്, കേസർ പിസ്ത ഉണ്ട്. ഉണ്ടോ? ആ കമ്പനിയുടെ ഫൈബർ മാത്രം കിട്ടണമെങ്കിൽ 1000 രൂപ കിട്ടുമല്ലോ. വാങ്ങിച്ച ആൾക്കാർ കൂടുതലുണ്ടോ? എന്താ വ്യത്യാസം വരാം?
മറ്റേ 2000 രൂപയ്ക്ക് മേലാണ് നമുക്ക് 1000 രൂപയ്ക്ക് താഴെയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കണം ആദ്യം. എവിടെ ഇട്ടുപോലെ പുറത്താണ്. വേറെ ഒന്നുമില്ല, നമ്മള് മുറുകെ പിടിക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ആദ്യം എന്നുള്ള ഈ 3 അക്ഷരം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരു വ്യക്തിക്ക് തയ്യാറായി കഴിഞ്ഞാൽ ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയോടൊപ്പമുള്ള ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും.